രൂത്ത് എന്ന ഒരു ചെറുപ്പക്കാരി എടുത്ത തീരുമാനമാണ് അവളെ ഒരു സമൃദ്ധിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചുവിട്ടത്. അവൾ അവളുടെ അമ്മയോട് പറഞ്ഞു, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണം കൊണ്ടല്ലാതെ നമ്മെ തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ല. മാത്രമല്ല, അതിനിടയിൽ അവൾ ഒരു വാക്കും കൂടി ചേർത്ത് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം. ആ ഒരു വാക്കാണ് അവളുടെ ജീവിതത്തെ ആടിമൂടി മാറ്റിമറിച്ചത്. ദൈവത്തിലുള്ള ആശ്രയം. അവൾ അമ്മായിയമ്മയെ ആശ്രയിച്ചതാണോ? അല്ല. കാരണം അമ്മായിയമ്മ പറയുന്നുണ്ട്, മോളെ, എന്നെ ആശ്രയിച്ചാൽ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നെ ആശ്രയിച്ചാൽ ഞാൻ മാറയാണ്, ഞാനൊരു കയ്പാണ്. എന്നെ ആശ്രയിച്ചാൽ എന്നിൽ നിന്ന് നിനക്ക് കിട്ടാൻ പോകുന്ന കയ്പാണ്. ബേത്ലഹേമിലേക്ക് ചെന്നപ്പോൾ നവോമി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കല്ലേ, എന്നെ മാറ എന്ന് വിളിക്കുക, എന്നിൽ കയ്പ് മാത്രമേ ഉള്ളൂ. എന്നിട്ടും രൂത്ത് ഈ നവോമിയുടെ കൂടെ വന്നു. കാരണം രൂത്ത് കണ്ട ഒരു സത്യമുണ്ട്. ഭർത്താവ് മരിച്ചു, 2 ആൺമക്കൾ മരിച്ചു, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ തോറ്റുപോകാത്തൊരു സ്ത്രീയെ നവോമിയിൽ രൂത്ത് കണ്ടു. അതിൻ്റെ കാരണം ദൈവത്തിലുള്ള ആശ്രയം. അതുകൊണ്ട് ദൈവം ബേത്ലഹേമിനെ സന്ദർശിച്ചു എന്ന് നവോമി കേട്ടു. അതുകൊണ്ടാണ് നവോമി തിരിച്ചു പോകുന്നത് ബേത്ലഹേമിലേക്ക്. മോവാബ് ദേശത്ത് നിന്ന് ബേത്ലഹേമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്തെന്നാണ് കേട്ടത്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്തു. ദേശത്ത് ആഹാരം ഉണ്ടായെന്നല്ല, ക്ഷാമം മാറിയെന്നല്ല, പേപ്പറിൽ വാർത്ത കേട്ടിട്ട് പോയതല്ല, വാർത്താ ചാനലിൽ വിട്ട പുതിയ വാർത്ത കേട്ട് പോയതല്ല. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് അവർക്ക് അപ്പം കൊടുത്തു. ദൈവത്തിൻ്റെ സന്ദർശനമുണ്ടായി. ദൈവത്തിൽ ആശ്രയിച്ചാണ് നവോമി പോകുന്നത്. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിട്ടും തോറ്റുകൊടുക്കാത്ത ഒരു സ്ത്രീ, വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്ത്രീയെ ഈ രൂത്ത് കണ്ടു. ഇതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്കും തോറ്റുപോകാൻ കഴിയില്ല, തോറ്റു കൊടുക്കാനും കഴിയില്ല. ഈ ഒരു തീരുമാനശേഷി നവോമിയിൽ കണ്ടപ്പോൾ രൂത്ത് പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. ആ പ്രതികരണം അവളെ യേശുവിൻ്റെ വംശാവലിയിൽ കൊണ്ടുപോയി കയറ്റി. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് രൂത്തിന് പിന്നത്തേതിലുണ്ടായത്. അവൾ പെറുക്കാൻ പോയ വയൽ അവളുടേതായി മാറി. ആ നാട്ടിലെ ഏറ്റവും സമ്പന്നന്റെ ആ അവകാശം മുഴുവൻ അവളുടേതായി മാറി. ഇതാണ് ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത വിജയം. ആശ്രയിക്കുക, കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും ആശ്രയിക്കുക. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക എന്ന് എഫേസ്യർ 6:10 പറയുന്നു. ആ ശക്തി കർത്താവിൻ്റെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റുന്നത്. നമുക്ക് ദൈവത്തെ ആശ്രയിക്കാം, ദൈവവചനത്തെ ആശ്രയിക്കാം, പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കാം. നമ്മളൊരു നാളെ ലജ്ജിച്ചു പോകില്ല. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ചേർന്ന് പാടി യേശുവിൻ്റെ നാമത്തെ ഉയർത്താം. Draw me close to you, never let me go. I lay it all down again to hear you say that I'm your friend. You were my desire, no one else will do.
'cause nothing else could take your place. To feel the warmth of your embrace, help me find a way, bring me back to you. You're all I want. You're all I've ever needed. You're all I want. Help me know you are near. You're all I want. You're all I've ever needed. You're all I want. Help me know you are near. Draw me close. Draw me close to you. Never let me go. I lay it all down again to hear you say that I'm your friend. Yes. You are my desire. No one else will do. 'Cause nothing else could take your place. To feel the warmth of your embrace, help me find a way, bring me back to you. You're all I want. You're all I've ever needed. You're all I want. Help me know you are near. You're all I want. You're all I've ever needed. You're all I want. Help me know you are near, Jesus. Help me know you are near. Help me know you are near. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം തുടരുന്നു. 31-ാം വാക്യം. ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എൻ്റെ സാക്ഷ്യം സത്യമല്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു. അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമെന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ യോഹന്നാൻ്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എന്നെക്കുറിച്ച് സാക്ഷ്യം, സത്യം എന്ന് പറഞ്ഞാൽ യേശുവാണ്. സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എന്നാൽ എനിക്ക് മനുഷ്യൻ്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല. ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നില്ല. മനുഷ്യൻ പറയുന്ന എന്നെക്കുറിച്ച് പറയുന്ന അഭിപ്രായവും ഞാൻ അധികം ശ്രദ്ധിക്കുന്നുമില്ല. എനിക്ക് ഈ സാക്ഷ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് എൻ്റെ സാക്ഷ്യമായിട്ടും ഞാൻ എന്നെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല.
രണ്ട് മനുഷ്യരാരും എന്നെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയണമെന്ന് നിർബന്ധമില്ല. കാരണം അതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്താണ്? അതാണ് 36-ാം വാക്യം. എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിക്കുവാൻ തന്നിരിക്കുന്ന പ്രവർത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ദൈവം എന്നെ അയച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എൻ്റെ പ്രവർത്തികളാണ്, എൻ്റെ ആക്ഷനുകളാണ്. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്നെ ദൈവം അയച്ചു എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. എന്നിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ, ഞാൻ ചെയ്യുന്ന വിശുദ്ധമായ പ്രവർത്തികൾ, ഞാൻ പറയുന്ന നല്ല വാക്കുകൾ, എന്നിൽ നിന്ന് പുറപ്പെടുന്ന സ്നേഹം, ഇതെല്ലാം ഓരോ പ്രവർത്തികളാണ്. എളിയവരെ കരുതുന്നു, സാധുക്കളോട് കരുണ കാണിക്കുന്നു, ഇടയനില്ലാത്ത ആടുകളെ പോലെ ജനങ്ങളെ കണ്ട് മനസ്സലിയുന്നു, രാത്രി മുഴുവനും ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം എന്നെ ദൈവം അയച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അപ്പൊ ദൈവം അയച്ചവന് ഒരു പ്രവൃത്തിയുണ്ട്. ദൈവം തിരഞ്ഞെടുത്തവൻ, ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവന് ഒരു പ്രവൃത്തി ദൈവം തന്നിട്ടുണ്ട്. നാം നമ്മുടെ വാഗുകൊണ്ട് നമ്മെക്കുറിച്ച് ഒന്നും പറയണ്ട, മറ്റുള്ളവരും നമ്മെ പുകഴ്ത്തേണ്ട ഒരാവശ്യവുമില്ല. അതിനേക്കാൾ വലുത് നമ്മുടെ പ്രവർത്തികളാണ് എന്ന് യേശു അവിടെ പറയുകയാണ്. അപ്പം നമുക്കൊരു പ്രവൃത്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ യാക്കോബിൻ്റെ ലേഖനം 2:14 ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്, അതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ആത്മാവില്ലാത്ത ശരീരം ജീവനറ്റ് അല്ലേ? ഇതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ടെങ്കിൽ പ്രവൃത്തിയുമുണ്ട്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ, അതാണ് ദൈവപ്രവൃത്തികൾ. പിതാവ് എനിക്ക് തന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജീവിക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താലാണ്. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. എൻ്റെ ജീവിതത്തിൽ വിശ്വാസം വരുന്നതിന് മുമ്പ് ഞാൻ നിഷ്ഠൂരനും ഉപദ്രവിയും ദൂഷകനുമായിരുന്നു, പൗലോസ് പറയുകയാണ്. എന്നാൽ അത് അറിവില്ലായ്മയുടെ കാലങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്നിൽ വരുന്ന പ്രവൃത്തി അപ്പോസ്തലൻ്റെ പ്രവൃത്തിയാണ്, ഒരു പ്രവാചകന്റെ പ്രവൃത്തിയാണ്, ഒരു ഉപദേഷ്ടാവിൻ്റെ പ്രവൃത്തിയാണ്, ഒരു അമ്മ പെറ്റമ്മയുടെ ആർദ്രതയുടെ പ്രവൃത്തിയാണ്, ഒരു പിതാവ് ഒരു മകനെ പരിപാലിക്കുന്ന പ്രവൃത്തിയാണ്. ജയിലിൽ വെച്ച് ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനോസിമോസ് എന്ന് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. എൻ്റെ മകൻ, ഞാൻ ജനിപ്പിച്ച എൻ്റെ മകൻ, എൻ്റെ മകൻ തിമോത്തിയോസ്. അപ്പോൾ ഒരു പിതാവിൻ്റെ പ്രവൃത്തി, ഒരു അമ്മയെ പോലെ ആർദ്രതയുള്ള പ്രവൃത്തി, കരുണയുടെ പ്രവൃത്തി. ഈ പ്രവൃത്തികളെല്ലാം എങ്ങനെ ഉണ്ടായി? വിശ്വാസം ഒരു വ്യക്തിയിൽ ഉളവാക്കുന്നതാണ്. യേശു പറയുകയാണ്, എനിക്ക് ആരുടെ സാക്ഷ്യം വേണ്ട, ഞാൻ എന്നെക്കുറിച്ച് ഒന്നും പറയണ്ട, എനിക്ക് കുറേ പ്രവർത്തികളുണ്ട്. ആ പ്രവർത്തികൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ. അപ്പം നല്ല പ്രവർത്തികൾ, ദുഷ്ടന്മാരുടെ മേലും നീതിമാന്റെ മേലും വെയിലും മഴയും അയക്കുന്ന ദൈവം നല്ല പ്രവർത്തികൾ ചെയ്യുന്നു. അപ്പോൾ നല്ല പ്രവർത്തികൾ എല്ലാം ദൈവം അയച്ചതിന്, ദൈവം ആക്കി വെച്ചതിന് തെളിവാണ്. തിന്മകൾ ചെയ്യുമ്പോൾ ഓർക്കണം, അത് പിശാചിൽ നിന്ന് വരും. ഒരിക്കൽ നിക്കോദിമോസ് യേശുവിനെ കാണാൻ വന്നു. 3-ാം അധ്യായം നമുക്ക് കാണാം. 3-ാം അധ്യായത്തിൽ അത് പറയുന്നു. നിക്കോദിമോസ്
യേശുവിനെ കാണാൻ വന്നത്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു. പകൽ വരാനായിട്ട് പുള്ളിക്ക് പേടിയാണ്. കാരണം പകൽ വന്നാൽ മറ്റുള്ളവർ കാണും. പള്ളിയിലെ വലിയ ആള് യേശുവിൻ്റെ അടുത്ത് വരുന്നത് മറ്റുള്ളവർ കണ്ടാൽ വലിയ പ്രശ്നമോ ഭയങ്കര വിമർശനം ഉണ്ടാകും. എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുത്തൊന്ന് വരണം. അതിന് രാത്രി വന്നു ഗേറ്റിൻ്റെ അടുത്ത് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഒറ്റ ഉള്ളിലോട്ട് അങ്ങോട്ട് ചാടി കയറി യേശുവിൻ്റെ അടുത്ത് വന്നേക്കാം, ആരും അറിയാതെ. എന്നിട്ട് പള്ളിയിൽ പോകുകയും വേണം. നിക്കോദിമോസിന് അടുത്ത ദിവസമൊക്കെ പള്ളിയിൽ ചെല്ലുകയും വേണം. രഹസ്യ വിശ്വാസി. അവരും ദൈവത്തിന് ഏറ്റവും മൂല്യമേറിയതാണ്. രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എങ്ങനെ അറിയുന്നു? അടുത്തത്, ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യാൻ ആർക്കും കഴിയില്ല. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്നുള്ളതിൻ്റെ തെളിവ് നീ ചെയ്യുന്ന അത്ഭുതങ്ങളാണ്, നീ ചെയ്യുന്ന അടയാളങ്ങളാണ്. അപ്പം നമ്മുടെ കയ്യിലൂടെ വെളിപ്പെടുന്ന ദൈവപ്രവർത്തികൾ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതിന് അടയാളങ്ങൾ എന്നിലൂടെ വെളിപ്പെട്ട് വരണം. എൻ്റെ വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കണം, ഞാൻ പോകുന്നിടത്ത് വിടുതലുകൾ നടക്കണം. ഇത് നമ്മുടെ ജന്മാവകാശമാണ്. ഒരിക്കൽ ജയിലിൽ കിടക്കുന്ന യോഹന്നാൻ 1-2 ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ അയച്ചു. കർത്താവേ, വരുവാനുള്ളവൻ നീയാണോ? ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് ഞങ്ങളുടെ ഗുരുവായ യോഹന്നാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് യേശു കുറേ രോഗികളെ സൗഖ്യമാക്കി. അതിനുശേഷം അതിനിടയിൽ പറഞ്ഞു, നിങ്ങൾ പോയി യോഹന്നാനോട് പറയണം, രോഗികൾ സൗഖ്യമാകുന്നു, ചെകിടർ കേൾക്കുന്നു, കുരുടർ കാണുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധമാകുന്നു, തളർവാദ രോഗികൾ ചാടി എഴുന്നേൽക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോയി യോഹന്നാനോട് അറിയിപ്പേൻ. വരുവാനുള്ളത് നീയാണോ എന്നുള്ളതിനെ ഞങ്ങൾ എന്തു പറയണം? നിങ്ങൾ ഈ കാണുന്നത് പറഞ്ഞാൽ മതി. എന്നിലൂടെ നടക്കുന്ന ദൈവപ്രവൃത്തി എന്നെ ദൈവം അയച്ചതാണ്, വേറെ ആരെയും നിങ്ങൾ ആശ്രയിക്കേണ്ട എന്നുള്ളതിൻ്റെ തെളിവാണ്. നിക്കോദിമോസ് എടുത്തു പറഞ്ഞു, നിന്നെ ദൈവം അയച്ചത് ഞങ്ങൾക്കറിയാം, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു കുരുടനെ യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണിൽ തേച്ചിട്ട് ശീലോഹം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അവൻ കാഴ്ച പ്രാപിച്ചവനായി മടങ്ങി വന്നു. അപ്പോൾ മുതൽ അവന് പ്രശ്നമായി. കണ്ണില്ലാതെ പിച്ചക്കാരനായിട്ട് വഴിയിലിരുന്നപ്പോൾ ആർക്കും വേണ്ട. ഇവൻ കണ്ണു തുറന്നു, ജീവിതത്തിലേക്ക് അവൻ മടങ്ങി വന്നു. അവനൊരു ജീവിതം ഉണ്ടായപ്പോൾ അവനെതിരെ എല്ലാവരും എഴുന്നേറ്റു. പരീശന്മാർ വളഞ്ഞു, ആരാണ് നിന്നെ സൗഖ്യമാക്കിയത്? അവൻ ദൈവത്തിൽ നിന്ന് വന്നതല്ല, ശബത്തവൻ പ്രമാണിക്കുന്നില്ല. വീണ്ടും 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 ചോദിച്ചപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് വരാത്തവൻ എങ്ങനെ ഇതുപോലൊരു കാര്യം ചെയ്യും? ദൈവത്തിൽ നിന്ന് വന്നവന് മാത്രമേ ഈ കാര്യം ചെയ്യാൻ കഴിയൂ. കാരണം ലോകമുണ്ടായിട്ട് ഇന്ന് വരെ ഇങ്ങനൊരു കാര്യം നടന്നിട്ടില്ല. അത് നടന്നത് എനിക്കാണ്. ലോകമുണ്ടായിട്ട് ഇന്ന് വരെ നടക്കാത്തൊരു അത്ഭുതം എനിക്കുണ്ടായെങ്കിൽ അത് കർത്താവാണ്. ഇത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 21-ൽ രാത്രി മുഴുവനും അധ്വാനിച്ച പിന്മാറ്റക്കാരായ ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എല്ലാം കൂടി മീൻ പിടിക്കാൻ പോയി. 3.5 കൊല്ലം അവർ മീൻ പിടിച്ചിട്ടില്ല. 3.5 വർഷത്തിന് ശേഷം ഇവരെല്ലാം കൂടി ചേർന്ന് ഐക്യകണ്ഠേന ഒരു മീൻപിടുത്തം നടത്തി. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. പുലർച്ചെയായപ്പോൾ കർത്താവ് അവിടെ ചെന്നു. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുമുണ്ടോ?
കർത്താവെ ഒന്നും കിട്ടിയില്ല. ഉടനെ കർത്താവ് പടകിന്റെ വലത്ത് ഭാഗത്ത് വീശുക. അവർ വീശി. മീനിന്റെ പെരുപ്പം ഭയങ്കരമായിരുന്നു. 153 വലിയ മീൻ. വല വലിച്ച് കയറ്റാൻ പറ്റുന്നില്ല. അതുപോലെ ഉടനെ യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാണ്. ഇത്രയും വലിയൊരു വിടുതൽ നടന്നെങ്കിൽ അത് കർത്താവാണ്. ഇത്രയും വലിയ അത്ഭുതം നടന്നെങ്കിൽ അത് കർത്താവാണ്. ജീവിതത്തിൽ ഒരു വിടുതലുണ്ടോ? അതിൻ്റെ പുറകിൽ കർത്താവാണ്. ജീവിതത്തിൽ ഒരു സമൃദ്ധി വരുന്നുണ്ടോ? അത് ഞാനല്ല, എൻ്റെ കഴിവല്ല, അത് കർത്താവാണ്. പിശാച് ഒരിക്കലും നന്മ ചെയ്യില്ല. ഏത് മതത്തിൽപ്പെട്ടവരും നിങ്ങൾ നന്മ കാണുന്നുണ്ടെങ്കിൽ അത് കർത്താവാണ്. നിങ്ങൾ ഇന്ന് വരെ യേശുവിനെ കേട്ടിട്ടില്ല, ഇന്നായിരിക്കും കേൾക്കുന്നത്. നിങ്ങൾ ഇന്ന് വരെ അനുഭവിക്കുന്ന എല്ലാ നന്മകളും അത് യേശു ചെയ്തതാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനാണ്. പിശാച് ചെയ്യുന്നത് എന്താണ്? അറുക്കുക, മുടിക്കുക, കൊല്ലുക. വേറെ ഒരു പരിപാടി അവനറിയില്ല. അവനിൽ അതേ ഉള്ളൂ. നന്മ എന്നുള്ളത് അവനില്ല. ചിലർ വിചാരിച്ചു പിശാച് നന്മ കൊണ്ടുവരും. ഇല്ല, ഒരിക്കലും അവനിൽ തിന്മയേ ഉള്ളൂ. നന്മ വസിക്കുന്നില്ല. ഈ സത്യങ്ങൾ ഒരു ദൈവ പൈതൽ അറിയണം. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യും. നാം ദൈവത്താൽ ഏൽപ്പിക്കപ്പെട്ട വലിയ സാക്ഷ്യമുള്ളവരാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വെളിപ്പെടുത്തും. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം, കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടാൻ ദൈവം ഇത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. കാണാനുണ്ട്. ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ ദൈവം ഇതുപോലെ ദൈവം ഇത്ര വലിയ സ്നേഹം തന്നെന്ന് പറഞ്ഞാൽ യോഹന്നാൻ കാണിച്ചു കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് കാണാൻ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ ദൈവം നമുക്ക് ഇത്ര വലിയ സ്നേഹം. ഒരു പിതാവും മാതാവും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ കുഞ്ഞിന് വേണ്ടി ഓരോ കാര്യങ്ങൾ കരുതുന്നത്. അപ്പൊ കരുതൽ, നന്മകൾ, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന പ്രവർത്തികളാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാണും. ആ പ്രവർത്തികൾ നമ്മെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ കാണാത്തവർ, നിങ്ങൾ ഇന്നു മുതൽ അത്ഭുതങ്ങൾ കാണും. അത് നമ്മുടെ അവകാശമാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ അവകാശമാണ്. വീണ്ടും ജനിച്ച യേശുവിൻ്റെ പൈതലിൻ്റെ ജന്മാവകാശമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. എന്താണ് അത്ഭുതങ്ങളും അടയാളങ്ങളും? അത് മാനുഷികമല്ല, സാധാരണ ജീവിതമല്ല, അസാധാരണമായ ജീവിതം, സൂപ്പർ നാച്ചുറൽ എന്ന് പറയും. അതൊരു നോർമൽ ജീവിതമല്ല. 10 വർഷം കൊണ്ട് നടക്കേണ്ടത് 10 ദിവസം കൊണ്ട് നടക്കുന്നു. അതൊരു ദൈവപ്രവൃത്തിയാണ്. ഒരായുസ് കൊണ്ട് മുഴുവൻ ചെയ്താൽ കിട്ടാത്ത കാര്യം ഒറ്റ വഴിയിലൂടെ തുറന്നു കിട്ടുന്നു. ഇതൊക്കെ ദൈവപ്രവൃത്തിയാണ്. കർത്താവിനത് ചെയ്യാൻ കഴിയും. വൈദ്യശാസ്ത്രം കൈവിട്ട കേസുകൾ കർത്താവ് അത്ഭുതകരമായി നമുക്ക് വേണ്ടി ചെയ്യും. ഡോക്ടർമാർ പറയുന്നത് ഇനി ഒരിക്കലും സാധ്യതയില്ല. അവർ പറയുന്നത് കൃത്യമാണ്. ശാസ്ത്രപ്രകാരം അവരങ്ങനെ പറയണം. അത് അവരുടെ തെറ്റല്ല. അവർ തന്നെ ഏറ്റവും ഒടുവിൽ പറയും, നിങ്ങൾ ഇനി നിങ്ങളുടെ മതത്തിൽ മത നേതാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടോ? ഇല്ല. എങ്കിൽ ഇന്ന സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോകും. ചില ഡോക്ടർമാർ അങ്ങനെ പറയും. എന്നാൽ UK, യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു ഡോക്ടർ അങ്ങനെ പറഞ്ഞാൽ ആ ജോലിയിൽ നിന്നും ആ നാട്ടിൽ നിന്നും തെറിപ്പിച്ച് കളയും. അങ്ങനെ ദൈവത്തെ ആശ്രയിക്കുന്ന പറയാനുള്ള അവകാശം പോലും പല രാജ്യങ്ങളിൽ നഷ്ടപ്പെടുമ്പോൾ ഇത് കേൾക്കുന്ന ഒരു ദൈവ പൈതൽ അറിയണം, അതിൻ്റെ പുറകിൽ ശക്തമായി പിശാചിൻ്റെ കൈയാണ്. ഏറ്റവും ഒടുവിൽ പിടിച്ച് കയറാൻ
കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ആശ്രയിക്കുവാൻ കയറി വന്നവർക്കായി സ്തോത്രം. വലിയ നിലയില്ലാ കുരുക്കിൽ ചതുപ്പുകുഴിയിൽ പെട്ടുപോയവരെ പോലെ ഒരിക്കലും കര കയറുവാൻ കഴിയാതിരുന്ന പലരും ഇന്ന് കയറി വന്നെങ്കിൽ അത് കർത്താവ് കൈ നീട്ടി നിന്നെ പുറത്തു കൊണ്ടുവന്ന. ഇത് പറയുമ്പോൾ പലരും, ഇത് കേൾക്കുന്ന പലർക്കും അറിയാം, ഞങ്ങൾ പുറത്തു വന്നതല്ല, ഒരു കൈ ഞങ്ങളെ പിടിച്ച് പുറത്തെടുത്തതാണ്. ആത്മഹത്യ ചെയ്യാനും ഏതെങ്കിലും ഒരു വണ്ടിയിൽ പോയി ഇടിച്ച് ചാകാനൊക്കെ നിന്ന ആൾക്കാരൊക്കെ ഇന്ന് ഈ വചനം കേട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇതൊക്കെ ഒരിത്തിരി ദൈവപ്രവർത്തിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസന്റെ സാക്ഷ്യം കേട്ടു. കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ സൗദി അറേബ്യയിൽ നാഷണൽ ഹൈവേയിൽ, സൂപ്പർ ഹൈവേയിൽ ഒരു സൈഡിൽ നിൽക്കുകയാണ്. ഒരു വലിയ ട്രെയിലർ വരുമ്പോൾ, കണ്ടെയ്നർ ലോറി വരുമ്പോൾ, അവിടെയൊക്കെ ലോറികൾ 200 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്ന സൂപ്പർ ഹൈവേ ആണ്. അപ്പോൾ ഈ കാർ ഓടിച്ച് അതിൻ്റെ മുമ്പിലോട്ട് കയറ്റുക, ലോറിക്ക് കിടന്നു വരില്ല, ലോറി അതിൻ്റെ മുകളിൽ കൂടി കയറി പോയിക്കോളും. അങ്ങനത്തെ ലോറികളാണ്, 60-70 വീലുകളൊക്കെ ഉള്ള ലോറികൾ. അതിൻ്റെ മുമ്പിലോട്ട് ഓടിച്ച് കയറ്റുക, കുടുംബമായിട്ട് ചാകുക. എല്ലാ ദിവസവും പോയി വഴിയിൽ കിടക്കും വൈകിട്ട്. ഇന്ന് അദ്ദേഹം ഒരു ദൈവദാസനും കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ സാക്ഷി എന്നോട് പറഞ്ഞു, ജീവിക്കാൻ കഴിയാതെ ചാകാൻ പോയതിനെല്ലാം അനുവദിക്കാതെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരെ അനുഗ്രഹമാക്കിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു. നമുക്ക് യേശുവിൽ ആശ്രയിക്കാം. ദൈവപ്രവൃത്തി, നിന്റെ വീടിൻ്റെ ജപ്തിയും എല്ലാറ്റിലും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഒരു പ്രവൃത്തി. നാളെ നിങ്ങൾ ഈ സാക്ഷ്യം പറയും, ഞങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ അടയാളം. ഞങ്ങൾ ജപ്തിയിൽ നിന്ന് പുറത്തു വന്നു, മാരക രോഗത്തിൽ നിന്ന് പുറത്തു വന്നു. പിതാവ് ചെയ്ത പ്രവൃത്തി. അടുത്തത്, അങ്ങനെയുള്ളവരെ കുറേ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം ഏൽപ്പിക്കും. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ തെളിവ്. മനുഷ്യൻ്റെ സാക്ഷ്യം നമുക്ക് വേണ്ട. നമ്മൾ നമ്മെക്കുറിച്ചൊന്നും പറയണ്ട. നമ്മുടെ പ്രാർത്ഥനയിലൂടെ നടക്കുന്ന വിടുതലുകൾ നമ്മെ കർത്താവ് ആക്കി വെച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. ആശ്രയിക്കാം, വിശ്വസിക്കാം, കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാം. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത പ്രവർത്തികൾക്കായി വിളിച്ചു വേർതിരിക്കപ്പെട്ട എല്ലാവരും അത്ഭുതങ്ങൾ കാണട്ടെ, സൗഖ്യങ്ങൾ കാണട്ടെ, സമൃദ്ധി കാണട്ടെ, ഉയർച്ചകൾ കാണട്ടെ, പുതുവഴികൾ തുറക്കുന്നത് കാണട്ടെ. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ ഉണ്ടാകട്ടെ. ഇവരുടെ ആവശ്യങ്ങളെല്ലാം മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു കൊടുക്കുന്ന യേശുവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. കേൾക്കുന്നവരെല്ലാം വിടുതലും സമൃദ്ധിയുമുള്ളവരാകട്ടെ. ഇന്നത്തെ ദിവസം ഒരു ജയത്തിൻ്റെ ദിവസമാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ദിനവും യേശുവിൻ്റെ കൂടെ, ജീസസ് എവരി ഡേ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഈ കൂട്ടായ്മയുടെ ഒരു പ്രെയർ പാർട്ട്ണറായിട്ടും സാമ്പത്തികമായ കൈത്താങ്ങൽ തരുന്നൊരു പാർട്ട്ണറായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ പ്രവർത്തനം മുന്നോട്ട് നന്നായി കൊണ്ടുപോകാൻ. അപ്പോൾ തന്നെ ഈ മീറ്റിങ്ങിന് വേണ്ട സാമ്പത്തിക സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്ത് ഈ പ്രാർത്ഥനയെ വിജയിപ്പിക്കാൻ കഴിയും. ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഞങ്ങളോട് ചേർന്ന് ഈ ഫെലോഷിപ്പിൽ സഹകരിക്കുക. ഗോഡ് ബ്ലെസ് യു. നാളെ വീണ്ടും കാണാം. ആമേൻ.